construction of incircle of a triangle. ത്രികോണത്തിന്റെ അന്തർവൃത്തം വരയ്ക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഒരു ട്രയാങ്കിളിന്റെ ഉള്ളില് ഒരു സർക്കിള് വരയ്ക്കുന്നത്. അതിനെയാണ് നമ്മൾ ഇൻസർക്കിൾ അഥവാ അന്തർവൃത്തം എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ട്രയാങ്കിളിന്റെ 3 സൈഡിലൂടെയും പാസ് ചെയ്തു പോകുന്ന സർക്കിൾ. ഓക്കെ, അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങളിലൂടെയും കടന്നു പോകുന്ന വൃത്തം വരയ്ക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്തർവൃത്തം അഥവാ ഇൻസർക്കിൾ ആണ് വരയ്ക്കേണ്ടത്. എന്നാൽ സർക്കും സർക്കിൾ അഥവാ പരിവൃത്തം എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രയാങ്കിളുടെ 3 വേർട്ടീസസിലൂടെയും പാസ് ചെയ്യുന്ന സർക്കിളിനെയാണ് നമ്മൾ പരിവൃത്തം അഥവാ സർക്കും സർക്കിൾ എന്ന് പറയും. ഇത് രണ്ടിന്റെ വ്യത്യാസം മനസ്സിലാക്കി വെക്കുക. വേർട്ടീസസ് അഥവാ മൂലകളിലൂടെ കടന്നു പോകുന്ന സർക്കിളിനെ നമ്മൾ സർക്കും സർക്കിൾ എന്നും അഥവാ പരിവൃത്തം എന്നും പറയുന്നു. എന്നാൽ ട്രയാങ്കിളിന്റെ 3 സൈഡിലൂടെയും കടന്നു പോകുന്ന സർക്കിളിനെ നമ്മൾ ഇൻസർക്കിൾ അഥവാ അന്തർവൃത്തം എന്ന് പറയുന്നു. എങ്ങനെയാണ് ഒരു ഇൻസർക്കിൾ, ഒരു ട്രയാങ്കിളിന്റെ ഇൻസർക്കിൾ കൺസ്ട്രക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പില് ഡ്രോ ഗിവൺ ട്രയാങ്കിൾ, തന്നിട്ടുള്ള അളവിൽ ത്രികോണം വരയ്ക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പില് ഡ്രോ ബൈസെക്ടേഴ്സ് ഓഫ് എനി 2 ആംഗിൾസ്, ത്രികോണത്തിന്റെ ഏതെങ്കിലും 2 കോണുകൾക്ക് സമഭാജി വരയ്ക്കുക. ഓക്കെ, ആംഗിളിനെ ബൈസെക്ട് ചെയ്യാം. സർക്കും സർക്കിൾ വരയ്ക്കുമ്പോൾ ഏതെങ്കിലും 2 സൈഡിനെ ബൈസെക്ട് ചെയ്യായിരുന്നു. എന്നാൽ ഇൻസർക്കിൾ അഥവാ അന്തർവൃത്തം വരയ്ക്കുമ്പോൾ ഏതെങ്കിലും 2 ആംഗിൾസിനെ ബൈസെക്ട് ചെയ്യാം. ഓക്കെ, സ്റ്റെപ്പ് 3 വിത്ത് ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദ ബൈസെക്ടേഴ്സ് ആസ് സെന്റർ ആൻഡ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ടു വൺ സൈഡ് ആസ് റേഡിയസ് ഡ്രോ എ സർക്കിൾ. ഈ സമഭാജികൾ കൂട്ടിമുട്ടുന്ന ബിന്ദു കേന്ദ്രമായി ഏതെങ്കിലും ഒരു വശത്തിലേക്കുള്ള ലംബദൂരം ആരമായി വൃത്തം വരയ്ക്കുക. അപ്പൊ നമുക്ക് അത്തരത്തിലുള്ള പ്രോബ്ലംസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ SSLC 2020 ചോദിച്ച 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇൻ ട്രയാങ്കിൾ ABC, AB is equal to 5 cm, angle A is equal to 65 degree, angle B is equal to 55 degree. Draw the triangle ABC and draw the incircle. Measure the radius of the incircle. ത്രികോണം ABCയിൽ AB സമം 5 cm, കോൺ A സമം 65 ഡിഗ്രി, കോൺ B സമം 55 ഡിഗ്രി. ത്രികോണം ABC വരച്ച് അതിന്റെ അന്തർവൃത്തം വരയ്ക്കുക. അന്തർവൃത്തത്തിന്റെ ആരം അളന്ന് എഴുതുക. നമുക്ക് ആദ്യം തന്നിരിക്കുന്ന ട്രയാങ്കിൾ വരയ്ക്കണം. ട്രയാങ്കിളിന്റെ നമുക്ക് തന്നിട്ടുള്ള മെഷേഴ്സ് AB ഒരു സൈഡ് തന്നിട്ടുണ്ട് 5 cm. അതിന്റെ 2 അറ്റത്തുമുള്ള ആംഗിൾസ് തന്നിട്ടുണ്ട്. ആംഗിൾ എയും തന്നു, ആംഗിൾ ബിയും തന്നു. സോ ആദ്യം നമുക്ക് AB 5 cm ലെങ്ത്തിൽ വരയ്ക്കാം. AB വരച്ചു, 5 cm ലെങ്ത്തിൽ AB. ഇനി എയിലുള്ള ആംഗിൾ തന്നിട്ടുണ്ട് 65 ഡിഗ്രി എന്ന്. സോ നമ്മളൊരു പ്രൊട്രാക്ടർ എടുത്ത് അവിടെ നിന്ന് ആംഗിൾ എ 65 ഡിഗ്രി മെഷർ ചെയ്യും. എയിനോട് ചേർന്ന് പ്രൊട്രാക്ടറിന്റെ നടുവിലത്തെ വര വയ്ക്കുക. റൈറ്റ് സൈഡിലേക്കാണ് നമ്മൾ മെഷർ ചെയ്യേണ്ടത്. സോ റൈറ്റ് സൈഡിൽ 0 മുതൽ സ്റ്റാർട്ട് ചെയ്യുക. 65 എടുക്കുക. 60-നും 70-നും ഇടയ്ക്ക് ഉള്ള പോയിന്റ് ആണ് 65. ഓക്കെ, ഇനി അടുത്ത് തന്നിരിക്കുന്ന ആംഗിൾ ബി ആണ്. അതിനു മുമ്പ് നമുക്ക് അതിനെ രണ്ടിനെയും ജോയിൻ ചെയ്യാം. അത് എത്രയാണ് ഈ എ എന്ന് പറഞ്ഞ വേർട്ടക്സിൽ നിന്ന് 3ാമത്തെ വേർട്ടക്സിലേക്കുള്ള ലെങ്ത് എന്ന് തന്നിട്ടില്ല. സോ നമുക്ക് ആ 2 പോയിന്റ്സും ജോയിൻ ചെയ്താൽ മാത്രം മതി. ഇനി നമുക്ക് ബിയിലുള്ള ആംഗിൾ തന്നിട്ടുണ്ട് 55 ഡിഗ്രി എന്ന്. സോ ബിയിൽ 55 ഡിഗ്രി എടുക്കാം. സോ ബിയിനോട് ചേർന്ന് പ്രൊട്രാക്ടറിന്റെ നടുവിലത്തെ ഭാഗം വെക്കുക. അപ്പൊ നമുക്ക് ഇടത് ഭാഗത്തേക്കാണ് ലൈന് പോയിരിക്കുന്നത്. സോ 0 മുതൽ സ്റ്റാർട്ട് ചെയ്യണം. 0 പുറത്താണുള്ളത്, അതായത് 180 അകത്തും 0 പുറത്തും. അവിടെ നിന്ന് 55, 50-ക്കും 60-ക്കും ഇടയ്ക്കാണ് 55 ഉള്ളത്. സോ 55 മാർക്ക് ചെയ്യുക. ബിയിനെ ആ പോയിന്റുമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ വരച്ച ലൈനുമായിട്ട് അത് ടച്ച് ചെയ്യുന്നതായിട്ട് കാണാം. സോ നമ്മൾ ട്രയാങ്കിൾ ABC വരച്ചു കഴിഞ്ഞു. സോ ഈ പോയിന്റ് ആണ് C. നിങ്ങൾക്ക് വേണമെങ്കിൽ പെൻസിലും കൊണ്ട് വരയ്ക്കുമ്പോൾ ഈ ഭാഗം റബ്ബ് ചെയ്ത് കളയാം. അപ്പൊ നമ്മൾ ട്രയാങ്കിൾ ABC വരച്ചു. നമുക്ക് ഈ ട്രയാങ്കിളിനൊരു ഇൻസർക്കിൾ വരയ്ക്കണം, അന്തർവൃത്തം വരയ്ക്കണം. അതിനുവേണ്ടി നമ്മൾ ഏതെങ്കിലും 2 ആംഗിൾസിനെ ബൈസെക്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ആംഗിൾ എനെയും ആംഗിൾ ബിനെയും ബൈസെക്ട് ചെയ്യാം. ആംഗിൾ ബൈസെക്ട് ചെയ്യാൻ കോമ്പസ് എടുക്കുക.
കോമ്പസിൽ ഏതെങ്കിലും റേഡിയസിൽ ഒരു ആർക്ക് വരയ്ക്കും. നമുക്ക് ഇഷ്ടമുള്ള റേഡിയസ് എടുക്കാം, ഒരു ആർക്ക് വരയ്ക്കും. ഓക്കെ, എന്നിട്ട് ആ ആർക്ക് രണ്ട് സൈഡിനെ ടച്ച് ചെയ്യുന്ന പോയിന്റ്സിൽ നിന്ന് വീണ്ടും ആർക്ക് വരയ്ക്കും. രണ്ട് പോയിന്റ്സും രണ്ട് ആർക്കുകളും ജോയിൻ ചെയ്ത പോയിന്റ് എ എന്ന് പറഞ്ഞ വേർട്ടെക്സുമായിട്ട് ജോയിൻ ചെയ്ത് വരയ്ക്കുക. അത് എനെ ബൈസെക്ട് ചെയ്യുന്ന ലൈനാണ്. ഓക്കെ, അതേപോലെ തന്നെ ബിയിനെ നമുക്ക് ആദ്യം ഏതെങ്കിലും ഒരു ആർക്ക് വരയ്ക്കാം. ഇഷ്ടമുള്ള മെഷർമെന്റിൽ ഒരു ആർക്ക് വരയ്ക്കാം. ആ ആർക്ക് രണ്ട് സൈഡിനെ ടച്ച് ചെയ്യും. ആ രണ്ട് സൈഡിൽ നിന്നും വീണ്ടും ആർക്ക് വരയ്ക്കും. അത് രണ്ടും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിനെ ബിയുമായിട്ട് ജോയിൻ ചെയ്ത് ഒരു ലൈൻ വരയ്ക്കും. നിങ്ങൾക്ക് കാണാം, ആ രണ്ട് ബൈസെക്ടേഴ്സും ജോയിൻ ചെയ്യുന്ന പോയിന്റ്, കൂട്ടിമുട്ടുന്ന പോയിന്റ് ഇതാണ്. സോ ഈ പോയിന്റ് സെന്റർ ആക്കിയിട്ട് വേണം നമുക്ക് സർക്കിൾ വരയ്ക്കാൻ. അതിനു വേണ്ടിയിട്ട് നമ്മൾ റേഡിയസ് എത്രയാണെന്ന് അറിയണം. റേഡിയസ് അറിയാൻ ആ പോയിന്റിൽ നിന്ന് ബോട്ടം സൈഡിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കും. അതായിരിക്കും ഇൻസർക്കിളിന്റെ റേഡിയസ്. നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാം 1.5 ആണ് വരുന്നത്. 1.5 നമ്മളൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ഓക്കെ, നമുക്ക് ഒന്നുകിൽ 1.5 സ്കെയിലെടുക്കാം, അല്ല എങ്കിൽ നമ്മൾ ഈ മെഷർമെന്റ് കോമ്പസിൽ ഡയറക്റ്റ് എടുക്കും. ഓക്കെ, ഇനി നമുക്കത് സെന്ററാക്കി സർക്കിൾ വരയ്ക്കാം. ഈ സർക്കിള് 3 വെർട്ടെക്സിനെയും ടച്ച് ചെയ്യുന്നതായിട്ട് കാണാം. ഓക്കെ, സോ ഇതാണ് ഇൻസർക്കിൾ ഓഫ് ദ ഗിവൺ ട്രയാങ്കിൾ. അപ്പോൾ അവിടെ നമുക്ക് റേഡിയസ് എത്രയാണെന്ന് എഴുതാൻ പറഞ്ഞു. റേഡിയസ് ഓഫ് ഇൻസർക്കിളിനെ നമ്മൾ ഇൻസർക്കിൾ ഇൻ റേഡിയസ് എന്നും പറയും. ഓക്കെ, റേഡിയസ് ഓഫ് ഇൻസർക്കിൾ, അന്തർവൃത്തത്തിന്റെ ആരം. നമ്മൾ നേരത്തെ മെഷർ ചെയ്തിരുന്നു 1.5 സെന്റിമീറ്റർ. Textbook exercise question number 1, page number 185. Draw a triangle of sides 4 cm, 5 cm and 6 cm and draw its incircle. Calculate its radius. വശങ്ങളുടെ നീളം 4 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ ആയ ത്രികോണം വരച്ച് അതിന്റെ അന്തർവൃത്തം വരയ്ക്കുക. അന്തർവൃത്തത്തിന്റെ ആരം കണക്കാക്കുക. നമുക്ക് ആദ്യം ഇതിലേതെങ്കിലും 3 വശങ്ങളും തന്നിട്ടുണ്ട്. 4 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ. അതിലേതെങ്കിലും ഒരു സൈഡ് നമുക്ക് ബേസ് ആക്കിയിട്ട് ലൈൻ വരയ്ക്കാം. നമുക്ക് ആദ്യം തന്ന 4 തന്നെ എടുക്കാം, 5ഓ 6ഓ എടുക്കാം. നിങ്ങൾക്ക് 4 എടുത്തിട്ട് ഞാൻ ബേസ് വരയ്ക്കും. അപ്പം ഈ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് വരച്ചു കഴിഞ്ഞു. മറ്റൊരു സൈഡ് തന്നിരിക്കുന്ന 5 സെന്റിമീറ്റർ ആണ്. സോ കോമ്പസിൽ 5 സെന്റിമീറ്റർ ലെങ്ത് എടുക്കുക. എന്നിട്ട് ഇപ്പൊ വരച്ച ബേസിന്റെ ഏതെങ്കിലും ഒരറ്റത്ത് നിന്ന്, എവിടെയാണ് 5 സെന്റിമീറ്റർ, എവിടെയാണ് 6 സെന്റിമീറ്റർ ഒന്നും തന്നിട്ടില്ല, 3 സൈഡിന്റെ ലെങ്ത് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഈ സൈഡിൽ നിന്ന് 5 സെന്റിമീറ്ററിന്റെ ആർക്ക് വരച്ചു. ഇനി അടുത്തത് മറ്റേ സൈഡ് വേണ്ടത് 6 സെന്റിമീറ്റർ ആണ്. സോ നമ്മൾ കോമ്പസിൽ 6 സെന്റിമീറ്റർ മെഷർ ചെയ്തെടുക്കുക. ബേസിന്റെ മറ്റേ അറ്റത്ത് നിന്നും 6 സെന്റിമീറ്ററിൽ ആർക്ക് വരയ്ക്കും. അത് രണ്ടും ടച്ച് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും നമ്മുടെ ട്രയാങ്കിളിന്റെ മൂന്നാമത്തെ വെർട്ടെക്സ്. അതിനെ ജോയിൻ ചെയ്യും. തന്നിരിക്കുന്ന ട്രയാങ്കിൾ നമ്മൾ വരച്ചു കഴിഞ്ഞു.
ഇനി നമുക്ക് ഇതിന്റെ ഇൻസർക്കിൾ വരയ്ക്കണം. ഇൻസർക്കിൾ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും രണ്ട് ആംഗിൾസിനെ നമ്മൾ ബൈസെക്ട് ചെയ്യും. ഏത് ആംഗിൾ വേണമെങ്കിലും നമുക്ക് എടുത്ത് ബൈസെക്ട് ചെയ്യാം. ഞാനിപ്പോൾ ബേസിലുള്ള ആംഗിൾസ് തന്നെ എടുത്ത് ബൈസെക്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു റേഡിയസ് എടുക്കുക. എന്നിട്ട് രണ്ട് സൈഡിനെ ടച്ച് ചെയ്യുന്ന ആർക്ക് വരയ്ക്കും. അതേ റേഡിയസിൽ തന്നെ ആ രണ്ട് സൈഡിലും ആർക്ക് ടച്ച് ചെയ്ത പോയിന്റിൽ നിന്ന് വീണ്ടും ആർക്ക് വരയ്ക്കുന്നു. അവയെ ജോയിൻ ചെയ്തുകൊണ്ട് നമുക്കൊരു ലൈൻ വരയ്ക്കാം, ആംഗിളിനെയും ഈ പോയിന്റിനെയും. സോ നമ്മൾ ആംഗിളിന്റെ ബൈസെക്ടറാണ് അപ്പോൾ വരയ്ക്കുന്നത്. അതേപോലെ രണ്ടാമത്തെ സൈഡിനെയും ബൈസെക്ട് ചെയ്യാം, രണ്ടാമത്തെ ആംഗിളിനെ ബൈസെക്ട് ചെയ്യാം. ഏതെങ്കിലും ഒരു റേഡിയസ് എടുക്കാം, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വരയ്ക്കും. രണ്ട് ആംഗിൾ ബൈസെക്ടേഴ്സും ജോയിൻ ചെയ്യുന്ന പോയിന്റ് നോട്ട് ചെയ്യാം. ആ പോയിന്റിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ബോട്ടം സൈഡിലേക്ക് വരയ്ക്കണം. ലെങ്ത് നിങ്ങൾ ഇവിടെ കാണുമ്പോൾ 1.4 ആണ് കാണുന്നത്. അതെത്രയാണെന്ന് മെഷർ ചെയ്യാം. സർക്കിൾ വരയ്ക്കും. ഇൻസർക്കിൾ റേഡിയസ് മെഷർ ചെയ്തെഴുതാം. ഇൻസർക്കിൾ റേഡിയസ് ഫോർ റേഡിയസ് ഓഫ് ഇൻസർക്കിൾ എന്ന് പറയുന്നത് 1.3 വരും. ഓക്കെ, ഇൻസർക്കിൾ റേഡിയസ് 1.3. 1.4 എന്ന് എഴുതിയാൽ മാർക്ക് കിട്ടും. So, encircle radius 1.3 cm. SSLC model 2018 5 marks in the question. Draw a triangle of side 6 cm, 7 cm and 8 cm. Draw a circle which touches all sides of the triangle and measure its radius. 6 സെന്റിമീറ്റർ 7 സെന്റിമീറ്റർ 8 സെന്റിമീറ്റർ വശങ്ങളുള്ള ഒരു ത്രികോണം വരയ്ക്കുക. ഈ ത്രികോണത്തിന്റെ വശങ്ങളെല്ലാം തൊടുന്ന വൃത്തം വരയ്ക്കുക. വൃത്തത്തിന്റെ ആരം അളന്നെഴുതുക. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വായിച്ചപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അന്തർവൃത്തം വരയ്ക്കുക എന്ന് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് അതിന്റെ 3 സൈഡുകളും ടച്ച് ചെയ്യുന്ന ട്രയാങ്കിൾ വരയ്ക്കാം. 3 വശങ്ങളും ടച്ച് ചെയ്യുന്ന ട്രയാങ്കിൾ വരയ്ക്കാം. അങ്ങനെ പറഞ്ഞാൽ എന്താണ് നമുക്ക് വരയ്ക്കേണ്ടത്? ഇൻസർക്കിൾ അഥവാ അന്തർവൃത്തമാണ്. എന്നാൽ മറ്റേതാണെങ്കിൽ എങ്ങനെയാണ് ചോദിക്കുക? പരിവൃത്തം അല്ലെങ്കിൽ സർക്കിൾ വരയ്ക്കാനാണെങ്കിൽ നമ്മളോട് പറയാ 3 വേർട്ടീസസ് 3 മൂലകളും ടച്ച് ചെയ്യുന്ന സർക്കിൾ വരയ്ക്കാനാണ് പറയും. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ 3 വശങ്ങളെയും ടച്ച് ചെയ്യുന്ന സർക്കിൾ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്ക് വരയ്ക്കേണ്ടത് ഇൻസർക്കിൾ ആണ്. നമുക്ക് ആദ്യം ട്രയാങ്കിൾ വരയ്ക്കാം. ട്രയാങ്കിളിന്റെ 3 സൈഡ് തന്നിട്ടുണ്ട്. 6 സെന്റിമീറ്റർ 7 സെന്റിമീറ്റർ 8 സെന്റിമീറ്റർ. നമുക്ക് ഏതെങ്കിലും സൈഡ് ബേസ് ആക്കിയിട്ട് ട്രയാങ്കിൾ വരയ്ക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം, 8 സെന്റിമീറ്റർ ബേസ് ആക്കി ട്രയാങ്കിൾ വരയ്ക്കാം. അപ്പോൾ മറ്റ് 2 സൈഡുകൾ ഒന്ന് 6ഉം ഒന്ന് 7ഉമാണ്. അപ്പോൾ കോമ്പസിൽ 6 സെന്റിമീറ്ററും 7 സെന്റിമീറ്ററും എടുക്കാം. ആദ്യം 6 സെന്റിമീറ്റർ എടുക്കാം. ബേസിന്റെ ഒരു എൻഡിൽ നിന്ന് 6 സെന്റിമീറ്ററിൽ ഒരു ആർക്ക് വരയ്ക്കും. അടുത്തതായിട്ട് 7 സെന്റിമീറ്റർ ആണ് എടുക്കേണ്ടത്. കോമ്പസിൽ 7 സെന്റിമീറ്റർ എടുക്കാം. ബേസിന്റെ മറ്റേ എൻഡിൽ നിന്ന് 7 സെന്റിമീറ്ററിൽ ഒരു ആർക്ക് വരയ്ക്കുക. അത് നമ്മുടെ ആദ്യത്തെ ആർക്കിനെ ടച്ച് ചെയ്യുന്നതായിട്ട് കാണാം. ആ പോയിന്റാണ് ട്രയാങ്കിളിന്റെ 3ാമത്തെ വേർട്ടെക്സ്. സോ ആ 3ാമത്തെ വേർട്ടെക്സിനെ മറ്റു 2 വേർട്ടീസസുമായി ജോയിൻ ചെയ്യാം. നമ്മൾ ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് വരയ്ക്കേണ്ടത് ഒരു സർക്കിൾ വരയ്ക്കണം. ആ സർക്കിൾ ഈ ട്രയാങ്കിളിന്റെ 3 സൈഡുകളെയും ടച്ച് ചെയ്യുന്ന സർക്കിൾ വരയ്ക്കണം. ദാറ്റ് മീൻസ് വി നീഡ് ടു ഡ്രോ ദ ഇൻസർക്കിൾ ഓഫ് ദിസ് ട്രയാങ്കിൾ. അതിനുവേണ്ടി ഏതെങ്കിലും 2 ആംഗിൾ നമ്മൾ ബൈസെക്ട് ചെയ്യുന്നു.
അതിനുവേണ്ടി ഏതെങ്കിലും മെഷറിൽ റേഡിയസ് എടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള മെഷറിൽ റേഡിയസ് എടുക്കാം. ഒരു ആർക്ക് വരയ്ക്കുക. രണ്ട് സൈഡിനെ ടച്ച് ചെയ്യുന്ന രീതിയിൽ ആർക്ക് വരയ്ക്കുക. ആ ടച്ച് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് വീണ്ടും ആർക്ക് വരയ്ക്കുക. ആംഗിൾ ബൈസെക്ട് ചെയ്തു. ഇനി നമുക്ക് രണ്ടാമത്തെ ആംഗിൾ ബൈസെക്ട് ചെയ്യാം. അതിനുവേണ്ടി വീണ്ടും ഏതെങ്കിലും ഒരു റേഡിയസ് എടുത്തിട്ട് ഒരു ആർക്ക്, ഒരു വേർട്ടെക്സിൽ നിന്ന് ഒരു ആർക്ക് വരയ്ക്കുക. അത് ട്രയാങ്കിളിന്റെ മറ്റു രണ്ട് സൈഡുകളെ ടച്ച് ചെയ്യുന്നതായിട്ട് കാണാം. അവിടെ നിന്ന് വീണ്ടും ആർക്ക് വരയ്ക്കുക. ഈ രണ്ട് ആംഗിൾ ബൈസെക്ടേഴ്സും ജോയിൻ ചെയ്ത പോയിന്റിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ബോട്ടം സൈഡിലേക്ക് വരയ്ക്കുക. ലെങ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാം 2 സെന്റിമീറ്റർ ലെങ്ത് വരുന്നുണ്ട്. ആ മെഷർ നമ്മൾ കോമ്പസിലെടുത്ത് സർക്കിൾ വരയ്ക്കും. ഇതിന്റെ ഇൻസർക്കിൾ റേഡിയസ് നമ്മൾ മെഷർ ചെയ്തിരുന്നു. നമുക്ക് എഴുതാം ഇൻസർക്കിൾ റേഡിയസ് ഓർ റേഡിയസ് ഓഫ് ഇൻസർക്കിൾ ഓർ സിംപ്ലി റേഡിയസ് ഇസ് ഈക്വൽ ടു 2 സെന്റിമീറ്റർ. Textbook exercise question number 2, page number 185. Draw a rhombus of sides 5 cm and one angle 50 degree and draw its incircle. വശങ്ങളുടെ നീളം 5 സെന്റിമീറ്ററും ഒരു കോൺ 50 ഡിഗ്രിയുമായ സമഭുജ സാമാന്തരികം വരച്ച് അതിന്റെ അന്തർവൃത്തം വരയ്ക്കുക. അതായത് ഇവിടെ ഒരു റോംബസ് വരച്ചിട്ട് അതിന്റെ ഇൻസർക്കിൾ വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. എക്സാമിന് സാധാരണ ചോദിച്ച് കണ്ടിട്ടില്ല, എന്നാലും ടെക്സ്റ്റ് ബുക്കിൽ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസ് ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്, പേജ് നമ്പർ 185. നമുക്ക് ആദ്യം റോംബസ് കൺസ്ട്രക്ട് ചെയ്യണം. റോംബസ് നമുക്കറിയാം, റോംബസ് ഒരു പാരലോഗ്രാം ആണ്, ഒരു സാമാന്തരികമാണ്. അതിന്റെ 4 സൈഡും ഈക്വൽ ആണ്. അതിന്റെ ലെങ്ത് തന്നിട്ടുണ്ട് 5 സെന്റിമീറ്റർ എന്ന്. ഓക്കെ, അതിൽ ഒരു ആംഗിൾ തന്നിട്ടുണ്ട് 50 ഡിഗ്രി. അപ്പൊ നമ്മൾ ആദ്യം AB 5 സെന്റിമീറ്റർ വരയ്ക്കുക. 50 ഡിഗ്രി ആംഗിൾ മെഷർ ചെയ്ത് ഇവിടെ D എന്ന പോയിന്റ് മാർക്ക് ചെയ്യും. ഓക്കെ, ഡിയും ബിയും ജോയിൻ ചെയ്യും. കാരണം നമുക്കറിയാം ഒരു റോംബസിന്റെ ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ ആണ്. അത് ബൈസെക്ട് ചെയ്യും. അതിനു വേണ്ടിയിട്ട് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ തന്നിരിക്കുന്ന ആംഗിൾ ബൈസെക്ട് ചെയ്യും. ആംഗിൾ ബൈസെക്ട് ചെയ്യുമ്പോൾ ആ ലൈൻ, ആ ബൈസെക്ടർ നമ്മൾ BD യെ ടച്ച് ചെയ്യുന്നതായിട്ട് കാണും. ആ ലെങ്ത് എത്രയാന്ന് മെഷർ ചെയ്യുക. ആ പോയിന്റിന് O എന്ന് കൊടുക്കുക. അതേ ലൈൻ നമ്മൾ സിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ച് റോംബസ് കൺസ്ട്രക്ട് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഈ പോയിന്റിൽ നിന്ന് പെർപെൻഡിക്കുലർ എടുത്ത് റോംബസ് വരച്ചാൽ മതി. ഇവിടെ രണ്ട് ആംഗിൾ ബൈസെക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, തന്നിരിക്കുന്ന ആംഗിൾ മാത്രം ബൈസെക്ട് ചെയ്താൽ മതി. നമുക്ക് ആദ്യം AB 5 സെന്റിമീറ്ററിൽ വരയ്ക്കുന്നു. AB 5 സെന്റിമീറ്റർ. ഓക്കെ, അതിനുശേഷം നമ്മൾ 50 ഡിഗ്രി ആംഗിൾ മെഷർ ചെയ്ത് എയിൽ നിന്ന് 50 ഡിഗ്രി ആംഗിൾ മെഷർ ചെയ്യുന്നു. സീറോ മുതൽ സ്റ്റാർട്ട് ചെയ്യാം. 50. ആ പോയിന്റിനെ എഗെയിൻ 5 സെന്റിമീറ്റർ ലെങ്ത്തിൽ ജോയിൻ ചെയ്യും. കാരണം റോംബസിന്റെ 4 സൈഡും ഈക്വൽ ആണ്. ആ
ആ പോയിന്റിന് നമ്മൾ ഡി എന്ന് പേര് കൊടുക്കുക. ആദ്യം തന്നെ റഫ് ഫിഗർ വരച്ചാൽ അത് ഈസി ആവും. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ബി ഡി ജോയിൻ ചെയ്യും. ദാറ്റ് മീൻസ് നമ്മൾ ഈ ഒരു റോംബസിന്റെ ഡയഗണലാണ് ഇപ്പോൾ വരയ്ക്കുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് എ എന്ന് പറഞ്ഞ ആംഗിളിനെ ബൈസെക്ട് ചെയ്യാം. ഏതെങ്കിലും റേഡിയസിൽ എയിൽ നിന്ന് ആർക്ക് വരയ്ക്കാം. എയും ഈ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനും കൂടെ ജോയിൻ ചെയ്യാം. അപ്പോൾ അത് നമ്മൾ വരച്ചിരിക്കുന്ന ഡയഗണലിനെ ടച്ച് ചെയ്യുന്നതായിട്ട് കാണാം. ആ പോയിന്റിന് O എന്ന് കൊടുക്കുക. എയുടെ ലെങ്ത് എത്രയാണെന്ന് കോമ്പസിൽ മെഷർ ചെയ്യാം. അതേ ലെങ്ത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് സി മാർക്ക് ചെയ്യും. സോ ഈ പോയിന്റ് സി ആണ്. സിയും ഡിയും ജോയിൻ ചെയ്യാം. 5 സെന്റിമീറ്റർ തന്നെ കിട്ടും. സിയും ബിയും ജോയിൻ ചെയ്യാം. 5 സെന്റിമീറ്റർ തന്നെ കിട്ടും. കഴിഞ്ഞു. നമ്മൾ റോംബസ് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈസിയാണ്. നമ്മൾ ഓൾറെഡി ഒരു ആംഗിൾ ബൈസെക്ട് ചെയ്തിരുന്നു. ആ നടുവിലത്തെ പോയിന്റ് നമ്മൾ കണ്ടുപിടിച്ചു. നമുക്ക് ഓയിൽ നിന്ന് ബോട്ടം സൈഡിലേക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കും. 2 സെന്റിമീറ്റർ എന്ന് നിങ്ങൾക്ക് കാണാം. അതാണ് നമ്മുടെ ഇൻ സർക്കിളിന്റെ റേഡിയസ്. ആ റേഡിയസ് കോമ്പസിൽ മെഷർ ചെയ്യാം. സർക്കിൾ വരയ്ക്കും. കോമ്പസിന്റെ 4 സൈഡിനെയും ടച്ച് ചെയ്യുന്ന സർക്കിൾ കാണാം. ഒന്നും കൂടെ മെത്തേഡ് ഓർക്കാം. എ ബി വരയ്ക്കുക 5 സെന്റിമീറ്റർ. ആംഗിൾ എ 50 ഡിഗ്രിയിൽ മെഷർ ചെയ്യുക. 5 സെന്റിമീറ്റർ ലെങ്ത്തിൽ ഡി മാർക്ക് ചെയ്യുക. ഡിയും ബിയും ജോയിൻ ചെയ്യുക. അതിനുശേഷം എ എന്ന് പറഞ്ഞ ആംഗിളിനെ ബൈസെക്ട് ചെയ്യുക. ആ ബൈസെക്ടർ ബി ഡി എന്ന ഡയഗണലിനെ ജോയിൻ ചെയ്യുന്ന പോയിന്റിന് O എന്ന് കൊടുക്കുക. OAയുടെ ഡിസ്റ്റൻസ് എത്രയാണോ അത് OCയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കുക. എന്നിട്ട് റോംബസ് വരച്ചതിന് ശേഷം Oയിൽ നിന്ന് ബോട്ടം സൈഡിലേക്ക് പെർപെൻഡിക്കുലർ വരച്ച് റേഡിയസ് എത്രയാണെന്ന് മെഷർ ചെയ്ത് സർക്കിൾ വരയ്ക്കും.